ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു 1 kg ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകണേ. അത് ഓൾറെഡി കട്ട് ചെയ്ത് അവർ ക്യൂബ്സ് ആക്കിയാണ് തന്നേക്കുന്നത്. പക്ഷേ ചില പീസസ് മാത്രം കുറച്ച് വലുതായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് ഞാൻ കട്ട് ചെയ്ത് ക്യൂബായിട്ട് തന്നെ എടുക്കണേണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഞാൻ കഴുകാൻ പോണത്. അപ്പോൾ ഇതിപ്പോൾ കട്ടിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില പീസസും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇടുന്നതാണ്. മോസ്റ്റ് ഓഫ് ദ പീസസ് ക്യൂബ്സ് ആയിട്ട് തന്നെ കിടക്കുന്നത്. ചില പീസസ് മാത്രമേ ഉള്ളൂ കുറച്ച് വലുതായിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് കഴുകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം. നെക്സ്റ്റ് അപ്പോൾ നമുക്കിനി ബീഫ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ അതൊരു 2-3 ടൈംസ് കഴുകിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കഴുകലാണ്. അപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ ബീഫ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു ട്രിപ്പ് കഴുകി കഴിഞ്ഞ് ഇനി നമുക്ക് സെക്കൻഡ് ട്രിപ്പ് ഞാൻ അതിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി കഴുകണേണ്. ഇപ്പം അത് കഴുകി അതിലേക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ തിരിച്ച് നമ്മൾ ബീഫെല്ലാം ഇടുന്നതാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം കഴുകി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആ പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഈ വെള്ളം കളയാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ആ ബീഫ് കുക്കറിലേക്കാണ് നമ്മൾ ആ ബീഫ് എല്ലാം എടുത്തിടുന്നത്. എന്നിട്ട് പൊടികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളത് ഇത് ചെയ്യും, കത്തിച്ച് വെക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ബീഫ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഒരു 2 സ്പൂൺ, ഈ സ്പൂണിന് ഒരു 2 സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. മല്ലിപ്പൊടിയും ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും നമ്മൾ ഇതിലിടുന്നുണ്ട്. കുറച്ച് പെപ്പറും ഇടുന്നുണ്ട്. ഇത് ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാലയും കുറച്ച് ഇടുന്നുണ്ട്. ആവശ്യത്തിന് പെപ്പർ പൊടിയും ആവശ്യത്തിനിടാം. പിന്നെ ഉപ്പ്. പെപ്പർ ഇവിടെ പെപ്പർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് ആയാലും പെപ്പർ ഇട്ടാലും മതി. ഇവിടെ ഞാൻ പെപ്പർ ഇട്ടിട്ടില്ല, ഗരം മസാലയാണ് കേട്ടോ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ച് വെക്കാൻ പോകണം. നന്നായിട്ട് മിക്സ് ചെയ്യാനാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി കുക്കർ എടുത്ത് അടച്ച് വെക്കണേണ്. ഇനി 2 വിസിൽ കേട്ട് കഴിയുമ്പോൾ ഒന്നുകൂടി കുറച്ചൊരു 5 മിനിറ്റും കൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കാവും. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് കുക്കായി. ഇനി അത് ഞാൻ അപ്പുറത്ത് കത്തിച്ച് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പുറത്ത് കുക്കറിൽ അത് കത്തിച്ച് വെച്ചേക്കണത്. അപ്പോൾ വെള്ളം വറ്റി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അതെടുക്കണത്. അപ്പോൾ വെള്ളം വറ്റാൻ വേണ്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മൾ ഒരു ഉരുളി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം തന്നെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് നമുക്കിതിൽ വറുത്തെടുത്ത് മാറ്റാം. തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇടണേണ്. അതൊരു നന്നായിട്ട് ഫ്രൈ ആവണ്ട, നല്ല ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി. അപ്പോൾ നമുക്കത് എടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ടിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി ഒരു ബ്രൗൺ കളറാണ് കണ്ട. ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഈ ഒരു ഇതാവുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. അപ്പോൾ ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറായപ്പോൾ ഞാൻ എടുത്തു, ഒരു ബൗളിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ എല്ലാം മാറ്റി. ഇനി നമ്മളിതിലേക്ക് ജീരകമാണ് ഇടുന്നത്. പെരിഞ്ജീരകം ഇട്ട് പൊട്ടിക്കുന്നതാണ്. അപ്പോൾ പെരിഞ്ജീരകം ഇതിലേക്ക് ഇട്ട് ഒരു 2 സ്പൂൺ, ആ സ്പൂണിലൊരു 2 സ്പൂൺ ഇട്ട് അത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് വെക്കണം പെരിഞ്ജീരകം ഇട്ട് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ
പെരുംജീരകം ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിനി നെക്സ്റ്റ് ഇതിലേക്ക് ഇടാൻ പോകണം. അപ്പോൾ ചെറിയുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സായി ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഇടാം. ഇപ്പോൾ ചെറിയുള്ളിയും ഇതും കൂടി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഇടുന്നതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കാം. നന്നായിട്ട് ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആ ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഗരം മസാലയും പെപ്പർ പൊടിയും ആവശ്യത്തിന് എന്തോരം പെപ്പർ പൊടി വേണമെന്ന് വെച്ചാൽ അത്രയും ഗരം മസാലയും നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നമുക്കൊന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കാം. ഇതിൽ നമ്മൾ തക്കാളി അങ്ങനെയൊന്നും ഇടുന്നില്ല കേട്ടോ, ജസ്റ്റ് ബീഫ് മാത്രം ഇടുന്നുള്ളൂ. അപ്പോൾ ബീഫ് ഞാനിപ്പോൾ ആദ്യം ആ കുക്കറിൽ നിന്ന് വെള്ളം വറ്റിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേണ്. ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഇനി അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത്, ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റിയതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇൻ കേസ് നന്നായിട്ട് ഡ്രൈ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉരുളിയിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം. പക്ഷേ ഇതിപ്പോൾ ആവശ്യത്തിന് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഇനിയും അത് കുക്ക് ചെയ്യണില്ല. ഇനി അതിലേക്ക് ജസ്റ്റ് സവോള, ലാസ്റ്റ് ഒരു സവോള ജസ്റ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ ബീഫ് റോസ്റ്റ് റെഡിയാണ്. സവോള ഇപ്പം ഞാൻ ഓഫാക്കിയിട്ടില്ല, പക്ഷേ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ണൻ്റെ ടേസ്റ്റി ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ. Okay, bye. Thank you guys. Bye bye.